ഹായ് ഹോൾ. ഓൾറെഡി നമ്മളൊരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ട്രെയിനിങ് ആണ്. നമ്മൾ സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കണം, കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ ആൾക്കാർക്ക് നമുക്ക് ആക്സസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം സോഫ്റ്റ്വെയർ പ്രോപ്പർലി എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പല ആൾക്കുള്ള ഡൗട്ടാണ്. എങ്ങനെയാണ് ഇതിനൊരു കൺഫർമേഷൻ നോക്കുന്നത്, എന്താണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറയാം, ഇതൊരു 95% അതായത് റോബോട്ടിക് സിസ്റ്റം, 5% മാനുവലാണ്. നിങ്ങളെപ്പോഴും ഒരു 5% നിങ്ങളെപ്പോഴും ഒരു 1 അവർ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അത് ഒരു 2 ദിവസം കൊണ്ടും 3 ദിവസം കൊണ്ടും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിൽ പഠിക്കാനുള്ള ഒരു 1 വീക്ക് സെക്ഷനോട് കൂടി പഠിച്ചെടുക്കാനുള്ള ഒരു പ്രോപ്പർലി കാര്യങ്ങൾ ഇതിന്റെ ബാക്ക് എൻഡിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് നമുക്കൊരു 1 വീക്ക് ഒരു 2 ഡേയ്സ് കൊണ്ട് 2 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങൾ. 2 ഡേയ്സ് കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ അവിടെ ഉള്ളതെന്നുള്ളത്. ജസ്റ്റ് നമുക്കൊരു സ്പീഡായിട്ട് കാര്യങ്ങൾ എന്നാക്കാം, നമുക്ക് വാച്ച് ചെയ്തിട്ട് പോവാം എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതായത് ആദ്യം നമ്പർ 1, ഓരോ ഫേസ് ആയിട്ട് തന്നെ പറയാം. ആദ്യം അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ ട്രേഡ് എപ്പോഴും എടുക്കേണ്ടത്. ഈ സാധനം വർക്കിംഗ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് സ്കാൽപ്പിംഗ് ആണ്. 5 മിനിറ്റിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. വേറൊരു ടൈം ഫ്രെയിമിൽ നിങ്ങൾ എന്നാക്കണ്ട, ഫോക്കസ് ചെയ്യേണ്ട. 5 മിനിറ്റ് മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്പർ 1. അതാ ടൈം ഫ്രെയിം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്പർ 1 ആയിട്ട് വരുന്നത്. അടുത്തത് വരുന്നതാണ്, അതായത് ഇതിന്റെ കാൻഡിൽസ് ചൂസ് ചെയ്യേണ്ടത്. അതായത് കാൻഡിൽസ് കുറെ തരമുണ്ട്. നോർമൽ ഉണ്ട്, ഹൈക്കനാഷ് കാര്യങ്ങൾ. എപ്പോഴും ഹൈക്കനാഷ് കാൻഡിൽ നിങ്ങൾ എന്നാക്കുക, ഈ ഒരു സോഫ്റ്റ്വെയർ എന്നാക്കുക ചൂസ് ചെയ്യുക. ഹൈക്കനാഷിൽ ഇട്ട് കഴിഞ്ഞാൽ കുറെ കോംപ്ലിക്കേഷൻസ് കുറഞ്ഞ് കിട്ടും. പ്രോപ്പർ എൻട്രീസ് ആയിരിക്കും, കാര്യങ്ങളൊക്കെ പ്രോപ്പറായി വരും. കാൻഡിൽസ് എപ്പോഴും എന്നാക്കുക ഹൈക്കനാഷ് കാൻഡിൽസിലേക്ക് മാറ്റാം. ഇതിപ്പോ ഹൈക്കനാഷ്, ഇതിപ്പോ നോർമൽ കാൻഡിൽസ് ആണ്. ഇതിപ്പോ കാണുന്നത് നോർമൽ കാൻഡിൽസ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈക്കനാഷിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കാൻഡിൽസ് മാറും. ഇതാണ് ഹൈക്കനാഷ് കാൻഡിൽസിലുള്ളത്. രണ്ടിൽ രണ്ട് രീതിയിലാണ്. അപ്പോൾ ഞാൻ പൊതുവെ പറയില്ല, ഹൈക്കനാഷ് കാൻഡിൽസിൽ ഇട്ട് കൊണ്ടുവന്നാക്ക കാര്യങ്ങൾ മോസ്റ്റ്ലി ചെയ്യാൻ നോക്കാം. ഓക്കെ, കാൻഡിൽസ് എപ്പോഴും ഹൈക്കനാഷ്, അത് നിങ്ങൾ എന്താക്കണം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാൻഡിൽസ് ഇടുന്ന സമയം ഹൈക്കനാഷ് കാൻഡിൽസിൽ ഇട്ട് കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അതല്ലാതെ ആകുമ്പോൾ മൾട്ടിപ്പിൾ എൻട്രീസ് വെറുതെ, കുറെ കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് വെറുതെ വരും. കുറെ എൻട്രീസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ എൻട്രീസ് ആയിട്ട് കോംപ്ലിക്കേഷൻസ് വെറുതെ വരും. ഓക്കെ, അപ്പൊ എന്താക്കുക, ഹൈക്കനാഷ് കാൻഡിൽസിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് കോംപ്ലിക്കേഷൻസ് കുറയും. പ്രോപ്പർ എൻട്രീസ് മാത്രമാണ് നമുക്ക് അവിടെ എന്താക്കാൻ പറ്റുന്നത്, കിട്ടില്ല. അപ്പൊ അതൊന്ന് ചൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്ത നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് ഈ ബോക്സ്. ഈ ബോക്സിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മേജർ ആയിട്ട് കാര്യങ്ങൾ എന്നാക്കേണ്ടത്, കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ഈ ബോക്സ് ഇപ്പൊ നമുക്ക് ഗോൾഡ് തന്നെ എടുക്കാം. ഗോൾഡില് ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഗോൾഡിൽ വന്നിട്ടുണ്ട്, ഇവിടെ കാര്യങ്ങൾ ഇപ്പോ എക്സോസ്റ്റ് വന്ന് ഇവിടുന്ന് ഒരു എൻട്രി വന്നു മാർക്കറ്റിൽ. ഇവിടുന്ന് ഒരു എൻട്രി, ഇവിടുന്ന് മാർക്കറ്റ് പമ്പ് ചെയ്ത് പോയി. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്താണ്, ഡൗൺ ട്രെൻഡിലേക്കാണ് മാർക്കറ്റ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പം ബിയറിഷ് ആണെങ്കിൽ മാർക്കറ്റ് സ്റ്റില്ലി ബിയറിഷ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. എക്സോസ്റ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും സൂക്ഷിക്കുക, അവിടെ ഒരു ടീം എൻട്രി ആയിട്ടുണ്ട്. ഇത് ബൈ ആവാം, ബുള്ളാവാം. പക്ഷെ ഇവിടെ ഒരു ബൈ, ഒരു മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് പമ്പ് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് എക്സോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താക്കട്ടെ, ആക്ഷൻ എടുക്കാതിരിക്കാം. ആ ഒരു ഏരിയയിൽ ആക്ഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇപ്പൊ ഒരു കൺഫേംഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി വന്നു ഇവിടെ. പക്ഷെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ് മാർക്കറ്റ് എന്നായിട്ടുള്ളത് അക്യുമുലേഷൻ ചെയ്ത് പോയിട്ടുള്ളത്. കൺഫേംഡ് ബൈ വന്നെടുത്താണ് മാർക്കറ്റ് എന്നായത് നമുക്ക് ഡൗൺ ട്രെൻഡ്. എന്തുകൊണ്ട് ഡൗൺ ട്രെൻഡ് വന്നു എന്ന് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയാൽ തിരിയും, റൈസിങ് റിസ്ക് ആണ്. അതായത് വോളിയം പ്രഷർ ഒക്കെ നെഗറ്റീവ് ആണ്, ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ഓക്കെ, അതായത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു എൻട്രി വന്നാൽ മാത്രം എന്നാക്കുക അതിലേക്ക് അറ്റംപ്റ്റ് ചെയ്യുക. അതായത് ഞാനൊരു എൻട്രി ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. അതായത് ഇതിൽ മേജർ ആയിട്ട് നോക്കേണ്ട, ബോക്സിൽ മേജർ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഫാസ്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞത്, ഒരു 1 മിനിറ്റിൽ ഇട്ട് കൊണ്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് അതിന്റെ ഒരു ആക്രോസി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും നോക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് മാർക്കറ്റ് എന്താവണം, ഏത് ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഉള്ളത്. ഇപ്പൊ ഇവിടെ ഒരു 1 മിനിറ്റിലാണ് മാർക്കറ്റ് സ്റ്റാറ്റസ് ബുള്ളിഷ് ആവണം, എച്ച് ഡി എഫ് ട്രെൻഡ് അലൈൻഡ് ആയിരിക്കണം, അക്യുമുലേഷൻ, അതായത് സ്റ്റാറ്റസ് എപ്പോഴും അക്യുമുലേഷൻ ബുള്ളിഷ് ആണെങ്കിൽ അക്യുമുലേഷൻ ആയിരിക്കണം. ഇവിടെ റീറ്റെയിൽ ഫ്ലോ ഒക്കെ, വോളിയം പ്രഷർ ഒക്കെയാണ്, വെയിൽ ആക്ട് സ്റ്റേബിൾ ആവണം.
റിസ്ക് സ്കോർ 10/3 ഉള്ളിലാവണം എപ്പോഴും. സേഫ്റ്റി ഗാർഡ് സെക്യൂർ ആവണം. സെഡ് സ്കോർ എപ്പോഴും എന്താവണം, പ്ലസിലേക്ക് വരണം. സെഡ് സ്കോർ എപ്പോഴും എന്താവണം, പ്ലസിലേക്ക്, അതായത് ബുള്ളിഷ് ആവുമ്പോൾ പ്ലസിലേക്ക് വരണം. അത് ബിയറിഷിലേക്ക് ആകുമ്പോൾ മൈനസിലേക്ക് എന്താവും, സെഡ് സ്കോർ വരും. അതെപ്പോഴും ഒന്നാക്കണം, ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് സെഡ് സ്കോർ. റൈസിങ് റിസ്ക്, ഫാളിങ് സേഫ്, എപ്പോഴും മേലിലേക്ക് പോയി ആണെങ്കിൽ ഫാളിങ് സേഫ് ആവും. ഇതിപ്പോ 1 മിനിറ്റിലാണ്, നല്ല എൻട്രി ആണ്, പ്രോപ്പർ ആണ്, മാർക്ക് എടുത്താൽ. റോക്കറ്റ് എന്ന് വരികയാണെങ്കിൽ അവിടെ നിന്നാണ് ധൈര്യമായിട്ട് നിങ്ങൾക്കത് അവിടെ ഹോൾഡ് ചെയ്യുക. അതായത് ചില റോക്കറ്റ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഒരു ടീം എൻട്രി ആണെന്നാണ്. അതായത് ഈ ഒരു രീതിയിലാണെങ്കിൽ ഇതിപ്പോ ഇവിടെ നിങ്ങൾ ഈ ബോക്സ് ഫുള്ളി പോസിറ്റീവ് ആണ്. നമ്മളൊരു സ്ട്രോങ് ബൈ, അതായത് ഒരു ബുള്ളിഷ് എടുക്കുന്ന സമയത്ത് ഈ ഒരു പാറ്റേണിൽ നമുക്ക് അതിനെ എന്താക്കണം, നമ്മൾ ഈ ചാർട്ടിനെ കിട്ടണം. ഡെൻസിറ്റി ഒരു 5ന്റെ ഉള്ളിലായിട്ട് കിട്ടി നിൽക്കും. ഇതാണ് അതിന്റെ ഒരു ഫുള്ളി കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഈ 1 മിനിറ്റിൽ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനാണ് ഒരു പ്രോപ്പർ എൻട്രിയുടെ കൺഫർമേഷൻ. ബൈയിലേക്ക് വരുമ്പോൾ ഒരു പ്രോപ്പർ എൻട്രിയുടെ കൺഫർമേഷൻ ആണ് നിങ്ങൾ ഇവിടെ ഈ കാണുന്ന ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രീതിയിൽ വേണം നമുക്ക് 5 മിനിറ്റിൽ ഒന്നാവേണ്ടത്, നമ്മുടെ ചാർട്ടും ബോക്സും ഒന്നാവേണ്ടത്, നമുക്ക് കീപ്പ് ചെയ്ത് വരേണ്ടത് ഈ രീതിയിൽ. അപ്പൊ ഇവിടെ ഇപ്പോ സ്ട്രോങ് ബൈ, ഇവിടെ എക്സിറ്റ് വന്നു, ലൈവായിട്ട് ഇവിടെ എക്സിറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എക്സിറ്റ് ആയിക്കോളാം. സ്കാൽപ്പിംഗ് ആണ് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബൈയേഴ്സ് എക്സിറ്റ് ആയി. അപ്പൊ അവിടുന്ന് സ്പോട്ടിൽ എക്സിറ്റ് ആയിക്കോളാം. പിന്നെ അവിടെ എന്താക്കേണ്ട ആവശ്യമില്ല, നമ്മള് സ്റ്റേ നിൽക്കേണ്ട ആവശ്യമില്ല. സ്പോട്ടിൽ ഇവിടെ ST ആക്ഷൻ INST ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബൈയേഴ്സ് അവിടുന്ന് എക്സിറ്റ് ആയി എന്നുള്ള രീതിയിലാണ് ഇവിടെ എന്നായിട്ടുള്ളത്, ഇവിടെ മാർക്കറ്റ് വന്നിട്ടുള്ളത്. അപ്പം ആ രീതിയിലാണ്. അതായത് ഇവിടെ എക്സോസ്റ്റ്, പല ആൾക്കും ഡൗട്ട് ആണ്, എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, റോക്കറ്റ്. എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ടീം എൻട്രി ആയിട്ടുള്ളത് നിങ്ങൾ അത്രമാത്രം നിങ്ങൾ കണക്കെടുത്താൽ മതി. ഒരു ടീം എവിടെ എൻട്രി ആയിട്ടുണ്ട്, അത് ബൈ ആവാം സെൽ ആവാം. അത് എങ്ങനെ ബൈ സെല്ല് എന്ന് കൺഫേം ചെയ്യാന്നുള്ളത് അതിനുശേഷം എക്സോസ്റ്റ് വന്നതിന് ശേഷം അവിടെ STA എൻട്രി ആണെങ്കിൽ അവിടെ ഒരു ടീം, അതായത് ബൈയിലേക്ക് എൻട്രി ആയി. STA എക്സിറ്റ് ആണെങ്കിൽ അവിടെ ഒരു ടീം അവിടെ നിന്ന് എന്തായി, എക്സിറ്റ് ആയി, മാർക്കറ്റിൽ വീണ്ടും ഡൗൺ ട്രെൻഡിലേക്ക് വരാന്നുള്ളതാണ്. ആ രീതിയിലാണ് അവിടെ എന്താക്കേണ്ടത്, കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങൾ, അപ്പൊ പെട്ടെന്ന് ഇത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വരാൻ മിനിമം ഒരു 1 മന്തിലേക്ക് നിങ്ങൾക്ക് ടൈം എടുക്കും. അതായത് ഇതൊന്നായി സിങ്ക് ചെയ്യണം. ഈ മാർക്കറ്റായിട്ട് ഈ സോഫ്റ്റ്വെയറും ടൂളും സിസ്റ്റവും വെച്ചുകൊണ്ട് മാർക്കറ്റായിട്ട് സിങ്ക് ചെയ്യേണ്ട ടൈമാണ് ഇവിടെ എന്താക്കേണ്ടത്, നിങ്ങൾ എടുക്കേണ്ടത്. അപ്പം അതിനുള്ള ടൈമാണ് ഇപ്പൊ ഇവിടെ നോക്കിയാൽ തിരിയും, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബൈയേഴ്സ് എക്സിറ്റ് ആയിട്ടുണ്ട്, അതേപോലെ വെയിലായിട്ട് റൈസിങ് ആയിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ മാറി. അപ്പൊ ഇവിടുന്ന് എക്സിറ്റ് ആവേണ്ട സമയത്ത് എക്സിറ്റ് ആയിക്കോണം. അപ്പൊ ഇനി നമുക്കൊരു വേറെ മാർക്കറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ BTC മാർക്കറ്റ് എടുത്താലും 1 മിനിറ്റ് ആണ്. അപ്പൊ നമുക്കൊരു ബിയറിഷിലേക്ക് വരുന്ന സമയം അതേപോലെ കാര്യങ്ങൾ എന്താവും, റെഡിലേക്ക് വരും. നിങ്ങൾ റെഡ് ആൻഡ് ഗ്രീൻ നോക്കിയാൽ മതി. ഈ ബോക്സ് റെഡ്, അതായത് റെഡ് ആണോ ഗ്രീൻ ആണോ കൂടുതൽ നോക്കിയാൽ മതി. അതായത് ബുള്ളിഷിലേക്ക് വരുമ്പോൾ ഗ്രീൻ കൂടുതൽ വരണം ബോക്സിൽ, ബിയറിഷ് ആണെങ്കിൽ എന്താവണം, റെഡ് കൂടുതൽ വരണം. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ എന്താക്കിയാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. അതായത് ഇതിന്റെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു PDF നമ്മൾ അയച്ചു തരും. അതായത് എന്തൊക്കെ കാര്യങ്ങൾ വന്നാൽ ട്രേഡ് എടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ വന്നാൽ നിങ്ങൾ ട്രേഡ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു PDF എല്ലാവർക്കും നമ്മൾ അയച്ചു തരും. എന്തായാലും എല്ലാവർക്കും അത് നമ്മുടെ ടീമിന്റെ അടുത്ത് കളക്ട് ചെയ്താൽ മതി. അതായത് അതിൽ നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി കറക്റ്റ് ക്ലാരിറ്റിയോട് കൂടി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് കമ്മിറ്റ്മെന്റ് ചെയ്യാം, എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രേഡ് അവോയ്ഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള അടുത്തൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് റിസ്ക് ഇതിൽ കീപ്പ് ചെയ്യുന്നത്. അതായത് ടാർഗറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, TP ഇതിൽ ഓൾറെഡി വരുന്നുണ്ട്, എവിടെയാണ് SL കീപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ, അതായത് ചെറിയ എക്സാമ്പിളോട് കൂടിയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഒരു ലോങ് എൻട്രി, നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാള്, നമ്മൾ ഇവിടെയാണ് നമ്മൾ ടാർഗറ്റ് TP3 കൂട്ടുക. TP3 ടാർഗറ്റ് ആണെങ്കിൽ ഇവിടെയാണ് SL പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സോൺ 1:1 തന്നെയാണ്. 1 പോയിന്റ് റിസ്കും ആ രീതി ഇത്രയും SL വെക്കണം. നമ്മൾ SL വെച്ച് കഴിഞ്ഞാൽ അവിടെ SL ഹിറ്റ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നന്നായി ക്ലോസ് ആയി. ഈ ഒരു സോണിലാണ് SL വെക്കേണ്ടത്. ഇത്രയും SL കീപ്പ് ചെയ്തുകൂടും. അതായത് 1/3 ആണ് നമ്മൾ എപ്പോഴും റേഷ്യോ സെറ്റ് ചെയ്യേണ്ടത്. റിസ്ക് 1ഉം പ്രോഫിറ്റ് 3ഉം അല്ലെങ്കിൽ 5 1 ആ രീതിയിൽ വേണം. റിസ്ക് എപ്പോഴും 1 ആയിക്കോളും, റിസ്ക് 2ലേക്ക് വന്നൂടാ. അവിടെ നിന്ന് ആ ഇത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അടുത്തൊരു എൻട്രിയോ അടുത്തൊരു ട്രേഡോ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, അടുത്ത കമ്മിറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ റിസ്ക് എപ്പോഴും ഈ രീതിയിൽ തന്നെ 1:3
1:3 തന്നെ എന്താക്കുക, എപ്പോഴും റിസ്കിനെ കീപ്പ് ചെയ്യുക. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. അതായത് $1 മാത്രം റിസ്ക് കീപ്പ് ചെയ്യുക, $3 $5 പ്രോഫിറ്റ് അതിൽ നിന്ന് എന്താക്കുക, ടാർഗറ്റ് കീപ്പ് ചെയ്യുക. ആ രീതിയിൽ വേണം സ്കാൽപ്പിംഗ് ചെയ്യേണ്ടത്. അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് നിങ്ങളൊക്കെ അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾ നോക്കുക. അതായത് നിങ്ങൾ ക്യാൻഡിലും കാര്യങ്ങളും ഇട്ട് മാർക്കറ്റിൽ ഒന്നാക്കുക. ജസ്റ്റ് നിങ്ങൾ കാര്യങ്ങൾ ഒരു സ്ട്രോങ് ബൈ വരുന്ന സമയം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്നുകൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു സ്ട്രോങ് ബൈ വരുന്ന സമയം എന്താക്കുക, നിങ്ങൾ മാർക്കറ്റിൽ റഫ് ആയിക്കൊണ്ട് എന്താക്കുക, പേപ്പർ ട്രേഡ് ചെയ്യുക. അവിടെ ഒരു എൻട്രി എടുക്കുക. അപ്പൊ അവിടെ എൻട്രി എടുത്ത് ആ എൻട്രി പാസ് ആകുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കൺഫേം ആയത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് വെക്കുക. ഇപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് വന്നു. ഡൗൺ ട്രെൻഡ് വന്ന സമയം ഇവിടെ ബിയറിഷ് ആയി, മാർക്കറ്റ് കോൺഫ്ലിക്റ്റ് ആണ്, ബാക്കിയൊക്കെ എന്താണ് റൈസിങ് റിസ്ക് ആണ്, കുഴപ്പമില്ല. സേഫ്റ്റി ഗാർഡ് സെക്യൂർഡ് ആണ്, 10/1 ഓക്കെ ആണ്, ട്രാപ്പ് ചെക്ക് വാലിഡ് ആണ്. ഈ എൻട്രി എന്നാക്കുക, കമ്മിറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അവിടെ മാർക്കറ്റ് അലൈൻഡിന് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്താക്കാം, പെട്ടെന്ന് തന്നെ എന്നാക്കാം അടുത്ത എൻട്രിയിലേക്ക് നിങ്ങൾ എന്നാക്കാം കമ്മിറ്റ്മെന്റ് ചെയ്യുക. അവിടെ ലോസ് വന്നില്ലെങ്കിൽ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ ലോസ് ആണെങ്കിൽ രണ്ടാമത്തെ അറ്റംപ്റ്റിലേക്ക് എന്നാക്കുക പെട്ടെന്ന് തന്നെ എന്നാക്കുക ഒരു സെൽ ഷോട്ട് നിങ്ങൾക്ക് എന്നാക്കാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ എന്നാക്കേണ്ടത്, ചെയ്യേണ്ടത്. അപ്പൊ അതിലും ലോസ് എപ്പോഴും $1 തന്നെ ലോസ് കീപ്പ് ചെയ്യുക. ഇപ്പൊ ഇവിടെ എൻട്രി ഈ ഒരു പോയിന്റ് തന്നെ എൻട്രി എടുക്കാം. ഈ ഒരു പോയിന്റ് തന്നെ നിങ്ങൾ എൻട്രി എടുത്തുകൊണ്ട് ഇവിടെയാണ് ടാർഗറ്റ് ഉള്ളത്. അതായത് 1921 1921 ടാർഗറ്റ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒന്നാക്കുക, ടാർഗറ്റ് കൊടുക്കുക. ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നാക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പൊ ഏകദേശം കാര്യങ്ങൾ ഐഡിയ കിട്ടി. അപ്പൊ ഇതിൽ നോക്കേണ്ട കാര്യം ഈ ബോക്സ് മേജർ ആയിട്ട് നോക്കുക. ഒന്നും കൂടി ഈസി ആയിട്ട് പറയുന്നു, ബിയറിഷിലേക്ക് വരുന്ന സമയം കണ്ട ഇവിടെ ഫുള്ളി റെഡിലേക്ക് വന്നു. അതായത് സേഫ്റ്റി ഗാർഡ് ഗ്രീൻ തന്നെ ആവണം. ബിയറിഷിലേക്ക് വരുമ്പോൾ റിസ്ക് സ്കോർ 10/1 അതിനുള്ളിൽ തന്നെ ഈ സെറ്റ് സ്കോർ മൈനസിലേക്ക് വരും, ട്രാപ്പ് ചെക്ക് വാലിഡ്. ബാക്കിയൊക്കെ എന്താവും, ഇവിടെയും എന്താവും, ഇവിടെ അലൈൻഡ് ആവും മാർക്കറ്റ്. പക്ഷെ നിങ്ങൾക്ക് എൻട്രി അവിടെ പ്ലേസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ട്രാപ്പ് ചെക്കിങ്ങിൽ ബിയർ ട്രാപ്പ് വരും. ഇങ്ങനെ വരുന്ന സമയം പല സമയത്തും ബിയർ ട്രാപ്പ് ആണെങ്കിൽ നമ്മുടെ അവിടെ എൻട്രി എടുത്തുകൂടാ. അതേപോലെ ബുൾ ട്രാപ്പ് ആണെങ്കിൽ ബുള്ളിലേക്ക് എൻട്രി എടുത്തുകൂടാ. ബുൾ ട്രാപ്പ് ബിയർ ട്രാപ്പ് ഒക്കെ അവിടെ നിന്നാവും വിസിബിൾ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. ഒരു എൻട്രി എടുക്കുന്നതിന് മുന്നേ ഒരാൾ നോക്കേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിനിങ്ങിൽ ഒന്നും കൂടി നിങ്ങൾ സോഫ്റ്റ്വെയർ ഒക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു 1 വീക്ക് 3 വീക്ക് ഒക്കെ നമ്മൾ ഗ്രൂപ്പായി കൊണ്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ ഒരു 1 മന്ത് ഒക്കെ കാര്യങ്ങൾ അതായിട്ട് സിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ കിട്ടും. എന്താണ്, എങ്ങനെയാണ് അതിന്റെ ടെക്നിക്ക് എന്നുള്ളത്. ഇത് പെട്ടെന്ന് ഒരു 2 ഡേയ്സിലേക്ക് നിങ്ങൾക്ക് അതിന്റെ ഒരു ട്രെയിനിങ് എടുത്ത ആൾക്കാരുണ്ട്. സ്ഥിരമായി നമ്മൾ ലൈഫ് ടൈമിലേക്ക് എടുത്താണ്. അപ്പൊ അതിന്റെ ഒരു പരിമിതിയാണ് അവർക്ക് ഉണ്ടാവില്ല. അതായത് സിങ്ക് ചെയ്യുന്ന ഒരു ടൈമാണ് ഉണ്ടാവില്ല. അപ്പോൾ ആൾക്കാർ മാക്സിമം എന്നാക്കുക അതിലേക്കൊന്നും ഇത് ഒന്നുകൂടി പറയാ, ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ജസ്റ്റ് നോർമൽ ഇൻഡിക്കേറ്റേഴ്സേ അല്ല ഇത്. നിങ്ങൾ ഇതിൽ കാണുന്ന നോർമൽ ഇൻഡിക്കേറ്റർ അല്ല. ഇത് ഒരു കംപ്ലീറ്റ്ലി ഒരു സോഫ്റ്റ്വെയർ ആണ്. 95% ഇത് ഓട്ടോമേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഈ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ 12-13 മിനിറ്റിന്റെ ഒരു സെക്ഷൻ ആണ്. ഇത് അതേപോലെ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഈ രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. അതിന്റെ ചാർട്ടും വെച്ചുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ ഈ രീതിയിൽ ഇതൊന്ന് ട്രെയിനിങ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ടീമായിട്ട് കണക്ട് ചെയ്യുക. മേജർ അതായത് ജോയിൻ ചെയ്തതിന് ശേഷം ബാക്കിയൊക്കെ ഡൗട്ട്സ്, അതായത് നമുക്ക് ഇതിൽ സിസ്റ്റം പർച്ചേസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഡൗട്ട്സുകൾ നമുക്ക് 1-to-1 ആയിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അതേ രീതിയിൽ കാര്യങ്ങൾ എന്താക്കുക, ഇപ്പൊ ഈ എൻട്രി നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും. എൻട്രി കംപ്ലീറ്റ് ആവും. ഇപ്പൊ ഇവിടെ വന്നു, ഇവിടെ സ്ട്രോങ് ബൈ വന്നു, ചെറിയൊരു SL വന്നു. ഓക്കെ, SL ചെറിയൊരു $1 ഒരു SL നിങ്ങൾ വെച്ചൊരു SL ഇവിടെ SL അടിച്ച് കഴിഞ്ഞാൽ അടുത്ത എൻട്രി ഇവിടെ കിട്ടിയ ആ എൻട്രിയിൽ നിങ്ങൾക്ക് എന്താക്കാം, എൻട്രി ആവാം. അപ്പൊ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് അടിച്ച് ഇറങ്ങി ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഇവിടെ വന്ന SL ഇവിടെ തന്നെ എന്നാവും റിക്കവറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ എന്നാക്കാൻ നോക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ എന്നാക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവേണ്ട രീതിയിലാണ് ഈ രീതിയിൽ ഞാൻ പറഞ്ഞത്. ഒന്ന് പെട്ടെന്നൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.